CPI സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക്. ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ജില്ലാ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യും. സൈഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം, സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം കീഴ്ഘടകങ്ങളിൽ വലിയ എതിർപ്പ് സംസ്ഥാന നേതൃത്വമുണ്ടോ? വലിയ വിമർശനങ്ങൾ കീഴ്ഘടകങ്ങളിലുണ്ട്. അത് ജില്ലാ നേതൃത്വം മുതൽ വലിയ വിമർശനങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മത്സരത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നത്. പക്ഷെ കഴിഞ്ഞ സമ്മേളനങ്ങളിലെ ഒരു അവസ്ഥ അതായിരുന്നില്ല ജിൻസ്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഔദ്യോഗിക വിഭാഗം തന്നെ മുൻകൈയെടുത്ത് മത്സരം നടത്തിയിരുന്നു. എതിർ വിഭാഗത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഔദ്യോഗിക വിഭാഗം അന്നെടുത്ത നിലപാട്. അതിനകത്ത് പൂർണ്ണ തോതിൽ അവർ കാനം രാജേന്ദ്രൻ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമ്മേളന കാലയളവിലേക്ക് എത്തുമ്പോൾ മത്സരത്തെ പൂർണ്ണമായി വിലക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വം. ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. അവർ പാർട്ടിയുടെ ഒരു സർക്കുലർ എന്ന പേരിൽ മത്സരവിലക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമ്മേളനങ്ങളിൽ ആരെങ്കിലും മത്സരത്തിന് തയ്യാറെടുക്കുകയോ മത്സരം ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. ആ സമ്മേളനം വീണ്ടും നടത്തണം എന്ന നിർദ്ദേശവും നൽകും. സംസ്ഥാന നേതൃത്വത്തിനെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെ വലിയ അതൃപ്തി പ്രാദേശിക ഘടകങ്ങളിലുണ്ട്. കൂടാതെ മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെതിരെ കടുത്ത നടപടി CPI കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അണികളായിട്ടുള്ള ചില ആൾക്കാരുള്ള മേഖലകളിൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയാണ് മത്സരവിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് നമുക്ക് CPIയിൽ നിന്നറിയാൻ കഴിയുന്നത്. CPI നിലവിൽ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഓഗസ്റ്റിലാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനവും നടക്കും. ഇതിനു മുന്നോടിയായിട്ട് 23 മുതൽ 25 വരെ ഈ മാസം തിരുവനന്തപുരത്ത് വെച്ച് ദേശീയ കൗൺസിലും ചേരുന്നുണ്ട്. സമ്മേളന വിലക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ദേശീയ കൗൺസിലടക്കം ചർച്ചയ്ക്ക് വരികയും ചെയ്യും. അജിൻ, ശരി. സൈഫ് സൈൻലാബ്ദീനാണ് വിവരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈഫ്, ഈ അർത്ഥത്തിൽ ഒരു മത്സര വിലക്ക് എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ്? അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കല്ലേ കൊണ്ടുപോവുക CPI? ഒരു ജനാധിപത്യ പാർട്ടിയിൽ സാധാരണഗതിയിൽ അത് ഉണ്ടാവേണ്ടതല്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മത്സരം സാധാരണഗതിയിൽ ഉണ്ടാവും. ഇപ്പോ കഴിഞ്ഞ ദിവസം സമാപിച്ച CPIM-ന്റെ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരെ മത്സരം നടന്നിരുന്നു. അന്ന് പ്രസിഡിയം പോലും ഇടപെട്ടില്ല. മത്സരം നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. CPI-യിൽ മത്സരം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ വലിയ മത്സരങ്ങൾ പല ജില്ലകളിലും നടന്നിട്ടുണ്ട്. അന്ന് ഔദ്യോഗിക വശം മുൻകൈയെടുത്താണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കാരണം എതിർചേരി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആ എതിർചേരി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അങ്ങനെ സമ്മേളനങ്ങളിൽ മത്സരം നടന്നിട്ടുണ്ട്. അത് പൂർണ്ണ തോതിൽ കാനം രാജേന്ദ്രൻ അതിനകത്ത് വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി വരികയും ചെയ്തു. പല കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം പാർട്ടിയെ പൂർണ്ണമായും പിടിച്ചടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ സമ്മേളന സ്വഭാവത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഔദ്യോഗിക പക്ഷം, അതായത് ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ വലിയ വികാരം അത് സംസ്ഥാന നേതൃത്വത്തിലുണ്ട്, ജില്ലാ നേതൃത്വത്തിലുണ്ട്, മണ്ഡല നേതൃത്വത്തിലുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റിയിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ലോക്കൽ സമ്മേളനങ്ങളിൽ മത്സരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മത്സരത്തിന്റെ സ്വഭാവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിട്ടേക്കാം എന്ന് ഔദ്യോഗിക പക്ഷം കരുതുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചടി വേണ്ടതില്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഒരു സർക്കുലർ എന്ന രൂപേണ മത്സരം വേണ്ടതില്ല, അങ്ങനെ ഒരു വിഭാഗീയതയ്ക്ക് നിന്നു കൊടുക്കേണ്ട പാർട്ടി, വിഭാഗീയതയ്ക്ക് വിലങ്ങിടുകയാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മത്സരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ സർക്കുലറിൽ കൃത്യമായി പറയുന്നത് മത്സരത്തിന്റെ ഏതെങ്കിലും സൂചന ഉണ്ടെങ്കിലോ മത്സരിക്കാൻ ആരെങ്കിലും തയ്യാറായാലോ ആ സമ്മേളനം പൂർണ്ണമായി റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്, സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, പിന്നീട് വീണ്ടും സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. അതൊരു ഒരു കർശനമായ നിലപാടായിട്ടാണ് ആ സർക്കുലർ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇപ്പോ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡല സമ്മേളനങ്ങളിലേക്ക് CPI കടക്കുമ്പോൾ അത് നടപ്പാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർസ്വരങ്ങൾ ഉണ്ടാവുകയും എതിർസ്വരങ്ങളെ എങ്ങനെ പാർട്ടി സംസ്ഥാന നേതൃത്വം കാണുന്നു എന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, സൈഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.